പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ മുനീറ. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇൻഷാ അല്ലാഹ്. ഫലസ്തീൻ എന്ന പ്രദേശത്ത് ദാവൂദ് എന്ന ചെറുപ്പക്കാരൻ താമസിച്ചിരുന്നു. സത്യസന്ധനും സൽസ്വഭാവിയുമായിരുന്നു അദ്ദേഹം. ആടുമേക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. ഫലസ്തീനിൽ ഭൂരിഭാഗവും ബനു ഇസ്രായേലുകാരായിരുന്നു. അയൽരാജ്യത്തെ രാജാവായ ജാലൂത്തിനെ കൊണ്ട് ഇസ്രായേലിയർ പൊറുതിമുട്ടിക്കെട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ശല്യം കാരണം. തങ്ങളുടെ രാജാവായ താലൂത്തിൻ്റെ നേതൃത്വത്തിൽ ജാലൂത്തിനോട് യുദ്ധം ചെയ്യാൻ അവർ തീരുമാനിച്ചു. യുവാവായ ദാവൂദ് അലൈഹി ഇസ്ലാമും അവരോടൊപ്പം ഉണ്ടായിരുന്നു. യുദ്ധത്തിൽ ഇസ്രായേലുകാർക്കായിരുന്നു വിജയം. ദാവൂദ് അലൈഹി ഇസ്ലാം ജാലൂത്തിനെ വധിച്ചു. ഇസ്രായേലിയർക്ക് സന്തോഷമായി. അവരെല്ലാവരും കൂടി ദാവൂദ് നബിയെ രാജാവായി തിരഞ്ഞെടുത്തു. രാജാവായ ആദ്യത്തെ നബിയാണ് ദാവൂദ് നബി അലൈഹി ഇസ്ലാം. പ്രവാചകന്മാർക്ക് അല്ലാഹു നൽകുന്ന അമാനുഷിക കഴിവാണ് നുബുവത്ത്. മറ്റു മനുഷ്യർക്കാർക്കും ലഭിക്കാത്ത അമാനുഷിക ദൃഷ്ടാന്തമാണത്. ദാവൂദ് അലൈഹി ഇസ്ലാമിനും അല്ലാഹു ദൃഷ്ടാന്തങ്ങൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അല്ലാഹു ഇരുമ്പിനെ മയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇരുമ്പുരുക്കി ആയുധങ്ങളും മറ്റും നിർമ്മിക്കാൻ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. സുന്ദരമായ ശബ്ദത്തിനുടമയായിരുന്നു ദാവൂദ് നബി അലൈഹി ഇസ്ലാം. അദ്ദേഹത്തോടൊപ്പം മരങ്ങളും മലകളും തസ്ബീഹ് ചൊല്ലാറുണ്ടായിരുന്നു. സബൂർ എന്ന വേദഗ്രന്ഥം നൽകിയത് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിക്കാണ്. സുന്ദരമായ ശബ്ദത്തിൽ ദാവൂദ് അലൈഹി ഇസ്ലാം സബൂർ വായിക്കാറുണ്ടായിരുന്നു. ഒന്നിടവിട്ട ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു. ഒരുപാട് സമയം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു അദ്ദേഹം. രാത്രി ഒരുപാട് നമസ്കരിക്കാറുണ്ടായിരുന്നു. തൊഴിലിൻ്റെ പ്രാധാന്യം വിവരിക്കാൻ വേണ്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ ഉദാഹരണമായി പറയാറുണ്ടായിരുന്നു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹം ചെരുപ്പ് തുന്നി കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. സൂറത്തു സബയിലെ 10-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, തീർച്ചയായും ദാവൂദിന് നാം നമ്മുടെ പക്കൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ നൽകുകയുണ്ടായി. പർവ്വതങ്ങളെ നിങ്ങൾ അവരോടൊപ്പം കീർത്തനങ്ങൾ ചൊല്ലുക, പക്ഷികളെ നിങ്ങളും. നാം അദ്ദേഹത്തിന് ഇരുമ്പിനെ മയപ്പെടുത്തി കൊടുത്തു. ദാവൂദ് അലൈഹി ഇസ്ലാം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ദാവൂദ് അലൈഹി ഇസ്ലാം ലോകത്തെ നല്ലൊരു ഭരണാധികാരിയായിരുന്നു. ദാവൂദ് അലൈഹി ഇസ്ലാമിനെ കൂടുതൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വാഹിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.